നമസ്കാരം, ഞാൻ എം കെ തോമസ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഗുൽബർഗ അഥവാ കലബുർഗിയിൽ ഒരു ജുമാ മസ്ജിദ് ഫോർട്ട് എന്ന് പറയും, അതിനകത്താണ്. ഇവിടെ വരാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞല്ലോ, നേഴ്സിംഗ് പഠന മേഖലയിൽ കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളെ പറ്റി ഞാൻ ഒരുപാട് പറഞ്ഞിരുന്നു. അതുപോലെ നടക്കുന്ന ഈ പ്രാവശ്യം ഈ പരീക്ഷ തുടങ്ങി ഈ സമയത്ത് നടക്കുന്ന വലിയൊരു തട്ടിപ്പ് പല സ്ഥലങ്ങളിലും ഉണ്ട്. എനിക്ക് കിട്ടിയത്, എനിക്ക് ഇങ്ങോട്ട് വരാനാണ് പറ്റിയത്. അത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ കുറേ നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. നാലപ്പാട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് കർണാടകയിലെ ബാംഗ്ലൂർ ശാന്തനാർ MLA NA ഹാരിസും ഒരു ലേഡി പ്രിൻസിപ്പൽ എന്ന് വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള പ്രിൻസിപ്പൽ അനു തോമസ്, ഇവർ തമ്മിൽ സംയോജിച്ച് നടക്കുന്ന വലിയ തട്ടിപ്പ്. ദിയ കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ പേര് അഡ്മിഷൻ എടുത്തിട്ട് കുട്ടികളെ പല സ്ഥലങ്ങളിൽ പല കോളേജിൻ്റെ പേരിൽ അഡ്മിഷൻ അപ്രൂവ് ചെയ്തിട്ട് അവിടെ ഇരുത്തി ക്ലാസ് നടത്തുന്നു. പരീക്ഷ വരുമ്പോൾ ഇവിടെ കൊണ്ടുവരുന്നു. അത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഈ കോളേജിൻ്റെ പേര് SLT കോളേജ് ഓഫ് നഴ്സിംഗ്. ഇവിടെ യാദഗിരി എന്ന സ്ഥലത്താണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ കോളേജ് അവിടെ ഇല്ല. കോളേജ് പ്രവർത്തിക്കുന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ കോളേജിൻ്റെ പേരിൽ അഡ്മിഷൻ എടുക്കുന്ന പിള്ളേരെ ബാംഗ്ലൂർ ദിയ കോളേജിൻ്റെ ക്യാമ്പസിലെത്തി പഠിപ്പിക്കുന്നു. ഇങ്ങനെ നഴ്സിംഗ് പഠിക്കരുത്, തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ എന്നറിയത്തില്ല. ഇതറിഞ്ഞാൽ തന്നെയും കുട്ടികളെ പല രീതിയിൽ മയക്കുമരുന്ന് കൊടുക്കുന്ന പോലെ മറ്റു പല ഉപദേശങ്ങളും നൽകി ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. കാരണം കോപ്പി അടിപ്പിക്കുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കുട്ടികൾക്ക് സെൻറ്റർ അൽ കരീം കോളേജ് ഓഫ് നഴ്സിംഗിലാണ് സെൻറ്റർ. അവിടെ പരീക്ഷ എഴുതിയ പിള്ളേരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഈ ദൃശ്യങ്ങൾ ഇനിയും ഞാൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് കൊടുക്കും. അന്വേഷണം വരണം. ഇത് ഇവിടെ മാത്രമല്ല, കർണാടകയിൽ ഈ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെ കീഴിൽ നടന്ന പരീക്ഷ, ഈ 16-ാം തീയതി നടന്ന പരീക്ഷ നടക്കുന്ന സമയത്ത് പലയിടത്തും ബാംഗ്ലൂരിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോയിരിക്കുകയാണ്. ബീദർ, ഗുൽബർഗ, അതായത് കലബുർഗി, അങ്ങനെ ഗോവയുടെ ബോർഡർ, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ. മംഗലാപുരത്തു നിന്ന് വിദ്യാർത്ഥികൾ ബാംഗ്ലൂർ വന്നിരിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ കൊണ്ടുപോയിരിക്കുന്നത് കോളാർ എന്ന പരിസരങ്ങളിൽ. ഓരോരുത്തരെയും വെളിയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും. ഇപ്പോൾ കുട്ടികളുടെ ഭാവി എന്താണെന്ന് എനിക്കറിയാൻ മേല. കുട്ടികൾ ഭാവി പോകണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പരാതി കൊടുക്കണം. എന്നിട്ട് യാദിഗർ ക്യാമ്പസിൽ പോയി പഠനം തുടരണം. അവിടെ അങ്ങനൊരു സാധനമില്ല. ഞാനൊരു പ്രിൻസിപ്പളുമായിട്ട് സംസാരിക്കുന്നു. അവരുടെ പേര് ജെനി എന്നോ മറ്റോ ആണ്. അവരുടെ സംസാരവും ഞാനും അവർ നടന്ന സംസാരവും ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇങ്ങനെ പാടില്ല. ഇതിൻ്റെ വരുംവരാഴികൾ വളരെ ഗുരുതരമാണ്. Hello. Good afternoon, madam. Good afternoon. This is GB. Are you working, Mrs.? Yes. Ma'am, you are the principal of SLT college, right? Yeah, yes, sir. Ma'am, my name is Thomas. Yes, sir. Can I meet you, ma'am? At college, I need some requirement of admission for BSc nursing. Here in Gurmitkala. Yeah, I was about to see you. I at Kalaburgi. Now I'm where available, madam? Today I'm not there, sir. I have taken CL. So for 2 days I'm out of station. You are out of station. Where, madam? Because nursing examinations are going on now in Gulbarga. Oh. So there are no students in our college now. Only first semesters are there. So for them also I have given some work for 1 week. Yeah. And my staff already has went to Gulbarga, Kalburgi only as nursing evaluators. So I am in Yadgir, sir. Okay. You are basically from Gulbarga or from Bangalore? Bangalore, sir. Bangalore. Okay. My name is MK Thomas. Okay, sir. Your students are sitting at Nalapad College in Bangalore. Yes. And admission is here in Yadgir, right? Gurmitkal, yes, sir. Gurmitkal that is illegal. You didn't know anything about that? I had some months back I have aired a news also about Nalapad scam. And yes, Anu Thomas knows me very well. Now, last week, when you started from Bangalore, I was after that bus and I took all the footage.
Now I'll submit before the Vice Chancellor all the details. Hmm. And have you ever seen these students in your lifetime? You are Yes, sitting. sir. You are sitting SLT College Yadigar, and these students are sitting in Bangalore, right? Am I right? And the They came to our college, sir, before no, they inspection are, also. and all the documents which you submitted with regard to the attendance and everything Hmm. before the university Hmm. is fake. Am I right? You can speak to your Vice Chancellor and you can ask about me. Yes, And sir. I, Let me discuss first with the management also once. no, what management, ma'am? You are under scammer. You are also the part of the scam. ഇത് ഈ കൊല്ലം ആ കോളേജിൽ ദിയ കോളേജിൻ്റെ പേരെടുത്ത് ഒരു പ്രത്യേകം സൂക്ഷിക്കുക. ദിയ മാത്രമല്ല, ഞാൻ പല പ്രാവശ്യവും പറഞ്ഞു, നവംബർ 30, 2024 അഡ്മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് കയറിയിട്ടുണ്ട്. ഈ തട്ടിപ്പ് വീണ് ഭാവി പോകാതെ താല്പര്യമുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആരോടൊക്കെ ഞാൻ അഡ്മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ച് നോക്ക്. പണിയായിട്ടിറങ്ങിയ പണിയാണ് എൻ്റെ രക്ഷിതാക്കളെ. നിങ്ങളൊക്കെ രക്ഷിതാക്കൾ വെറും മൊണ്ണകളാണോ? ഈ പെൺകുട്ടികളെയും കൊണ്ട് 600-700 കിലോമീറ്റർ ബാംഗ്ലൂർ യാത്ര ചെയ്താണ് ഗുൽബർഗ കൊണ്ടുവന്നത്. ഇതെല്ലാവരും കൂടെ ഒരു PG കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് ഇവരിപ്പോൾ നാട്ടോട്ട് പോവുക, ബാംഗ്ലൂർക്ക് പോവുക. ഇതെല്ലാം വീഡിയോ ഫുട്ടേജ് എല്ലാം ഒന്ന് കാണുക. ബാംഗ്ലൂരിലെ അനു തോമസ് എന്ന് പറയുന്ന ഉടായ്പ് സ്ത്രീ നടത്തുന്ന ദിയ കോളേജിൻ്റെ പേരിൽ അഡ്മിഷൻ എടുത്ത് SLT കോളേജ് യാദിഗർ എന്ന് പറഞ്ഞ ഇവിടെ ഉള്ള ഒരു കോളേജിൻ്റെ പഠിക്കാൻ വന്നിട്ട് പരീക്ഷ എഴുതാൻ വന്ന പിള്ളേരാണ് ഇതെല്ലാം. ഹായ്, why you are here? We are going. You're from We are from Bangalore. Bangalore? Why white dresses and all? Examination. We are came here for examination. You came for examination from Bangalore? Yeah. Oh, you are studying for? Yeah. BSc Nursing. Oh, which college? SLT College. Bangalore SLT College. Yeah. SLT College, Bangalore. Yeah. Raj, just taking scenes. Yeah. No, not filming here. Close the camera. Close the camera. Why are you filming here? Press. For what? You are all under scam. You are studying at SLT College in Bangalore at the Diya College University Nalapad campus. Understand? You all are scammed by Professor, what is her name? Anu Thomas. Am I right? You are all scammed. University is under investigation. They are already now what? Yadgir at your base campus. Understand? How many of Malayalis are here? Malayali. എല്ലാം പണി കെട്ടി കിടക്കാൻ നിങ്ങൾക്ക് കിട്ടില്ല. അനു തോമസ് പണി തന്നാണ്. ദിയ കോളേജ് നേഴ്സിൻ്റെ പേരിലല്ല നിങ്ങൾ അഡ്മിഷൻ എടുത്ത്. നിങ്ങളുടെ കോളേജ് ബേസ് കോളേജ് ഇവിടെ അല്ലേ? യുവർ ബേസ് കോളേജ് ഈസ് ലൊക്കേറ്റഡ് ഹിയർ. അണ്ടർസ്റ്റാൻഡ്? ഐ ഹാവ് എ യൂട്യൂബ് ചാനൽ Edu 360. പണി കിട്ടി. ഐ ഗീവ് ഓൾ ദിസ് ടു ദ യൂണിവേഴ്സിറ്റി. യു ആർ അണ്ടർ സ്കാം. കർണാടകയിലെ നേഷ്യൻ പണ തട്ടിപ്പുകളുടെ പുതിയ കഥകളുമായി ഞാൻ വീണ്ടും വരുന്നു. എന്നോടൊപ്പം ക്യാമറാമാൻ രഞ്ജിത് രാജു, ഞാൻ MK തോമസ്. നന്ദി, നമസ്കാരം.